വീടുകളിൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പ്രധാന ചിട്ടകളും ക്രമങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചതിന് ശേഷം മാത്രമേ രാമായണം തൊടാനും വായിക്കാനും പാടുള്ളൂ. പൂർണ്ണമായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി വേണം പാരായണം ചെയ്യാൻ. വായനക്കിടയിൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കരുത്. കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായി ഇരുന്ന് വായിക്കുന്നതാണ് ഉത്തമം. വെറും നിലത്തിരുന്ന് വായിക്കാൻ പാടില്ല. ആവണപ്പലകിലോ പായയിലോ ശുദ്ധിയുള്ള തുണിയിലോ ഇരുന്ന് വായിക്കുക. രാമായണ ഗ്രന്ഥം മടിയിൽ വെച്ചോ വെറും തറയിൽ വെച്ചോ വായിക്കാൻ പാടില്ല. ഒരു പീഠത്തിലോ ചെറിയ മേശയിലോ പട്ടുവസ്ത്രം വിരിച്ച് അതിൽ ഗ്രന്ഥം വെച്ച് വേണം വായിക്കാൻ. പാരായണം തുടങ്ങുന്നതിന് മുൻപ് നിലവിളക്ക് കൊളുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ദീപം കെട്ടുപോകാതെ ശ്രദ്ധിക്കണം. വായന തുടങ്ങുന്നതിന് മുൻപ് ഗണപതി, സരസ്വതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ, വാൽമീകി മഹർഷി, തുഞ്ചത്തെഴുത്തച്ഛൻ എന്നിവരെ പ്രാർത്ഥിക്കുക. ഗണപതി ഹോമമോ മറ്റു പൂജകളോ ചെയ്യുന്നില്ലെങ്കിലും ചുരുങ്ങിയത് നാമജപത്തോടെയെങ്കിലും വേണം തുടങ്ങാൻ. ശ്രീരാമ രാമ രാമ എന്ന് ജപിച്ച് വേണം പാരായണം ആരംഭിക്കാൻ. പുലർച്ചെയോ സന്ധ്യയ്ക്കോ ആണ് രാമായണം വായിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. ഉച്ചസമയത്തും രാത്രി വൈകിയും വായിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വായന നിർത്തുമ്പോൾ എപ്പോഴും മംഗളകരമായ കാര്യങ്ങൾ പറയുന്ന ഭാഗത്ത് വേണം നിർത്താൻ. ജനനം, വിവാഹം, അനുഗ്രഹം തുടങ്ങിയ ശുഭകരമായ ഭാഗങ്ങളിൽ നിർത്താം. യുദ്ധം, മരണം, വിലാപം, സീതാപഹരണം, ശാപം തുടങ്ങിയ അശുഭകരമായ കാര്യങ്ങൾ പറയുന്ന ഭാഗത്തോ പകുതി വെച്ചോ വായന അവസാനിപ്പിക്കരുത്. ഓരോ അധ്യായവും പൂർത്തിയാക്കി നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. വായനക്കിടയിൽ സംസാരിക്കാനോ എഴുന്നേറ്റ് പോകാനോ പാടില്ല. അഥവാ പോകേണ്ടി വന്നാൽ ഗ്രന്ഥം അടച്ചു വെച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രം എഴുന്നേൽക്കുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കി പൂർണ്ണമായും വ്രതശുദ്ധിയോടെ വേണം രാമായണ മാസം ആചരിക്കാൻ. സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളിൽ രാമായണ പാരായണം ഒഴിവാക്കേണ്ടതാണ്. ബാലകാണ്ഡത്തിലെ ശ്രീരാമചരിതം വായിച്ചുകൊണ്ടാണ് രാമായണ പാരായണം തുടങ്ങേണ്ടത്. കർക്കിടകം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വായന പൂർത്തിയാക്കി പട്ടാഭിഷേകത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് വായിക്കേണ്ടത്.